കൊച്ചി മെട്രോയിൽ ആദ്യമായിട്ട് കയറുന്ന എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. കാരണം ഇന്ന് വരെ പോയിട്ട് കൊച്ചി മെട്രോയിൽ ഞാൻ കയറിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നേരെ ടിക്കറ്റ് എടുത്ത് ബാഗൊക്കെ പിന്നെ പരിശോധിച്ച് നേരെ പിന്നെ ട്രെയിനിൽ കയറാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ ഒരു സിസ്റ്റം നല്ലൊരു ഇതായിരുന്നു കേട്ടോ. കാരണം നമ്മളെ ടിക്കറ്റ് എടുത്താലേ മാത്രം നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ മെട്രോയിൽ. അതൊരു പുതിയ അറിവായിരുന്നു എനിക്ക്. കാരണം റെയിൽവേ സ്റ്റേഷനിലൊന്നും അങ്ങനെയല്ല, നമുക്ക് അവിടെ ചെന്നാലും എടുക്കാം. പക്ഷേ ഇത് ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ നമ്മൾ ഈ മെഷീൻ അകത്തേക്ക് കിടത്തുള്ളൂ. അങ്ങനെ നേരെ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് ഇത് കാട്ടി സ്കാൻ ചെയ്യിപ്പിച്ച് അങ്ങനെ ഉള്ളിലേക്ക് കിടന്ന് മെട്രോ കയറുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പിടുത്തുണ്ടായില്ല എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാനുള്ളൂ. എല്ലാവിധ എൻ്റെ വീട് തൃശ്ശൂരായതുകൊണ്ട് തന്നെ മെട്രോ ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ടില്ല. എറണാകുളത്തല്ലേ മെട്രോ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് പോകേണ്ടത് തൃപ്പൂണിത്തുറയ്ക്കായിരുന്നു. ആ ഭാഗത്തേക്കുള്ള ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത്. കാരണം റെയിൽവേ സ്റ്റേഷനേക്കായിരുന്നു എനിക്ക് പോകേണ്ടിരുന്നത്. അങ്ങനെ ഞാനെന്ത് ചെയ്ത് അതൊക്കെ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. എടപ്പള്ളിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം തിരക്കുള്ളൊരു സിറ്റി തന്നെയാണ് ഈ എടപ്പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെട്രോയിൽ കയറുമ്പോഴും നല്ലോണം തിരക്കുണ്ടാവും. കാരണം ഇപ്പോൾ മിക്കവരും ഈ മെട്രോ ഏറ്റെടുത്ത് തുടങ്ങി. എത്രയും പെട്ടെന്ന് നമുക്ക് എത്തുകയും ചെയ്യാം. നല്ല സുഖപ്രദമായ യാത്രയും കൂടിയാണ്. പിന്നെ AC ആണ്. എല്ലാവിധ നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ മുതലാക്കും. പിന്നെ ഈ പോണ വഴിയിലുള്ള ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. മെട്രോ നമുക്ക് അത്യാവശ്യം എപ്പോഴും ഒരു വെർത്തായിട്ട് തന്നെ തോന്നി. ഇങ്ങനെയൊക്കെ അത്യാവശ്യം ഇത് ചെയ്തവർക്ക് നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ ആദ്യം കയറാൻ. അങ്ങനെ മെട്രോ കാത്തുനിന്ന് ഇതാണ് മെട്രോയുടെ റെയിൽവേ പാത എന്ന് പറയണത്. ഇവിടെ ഇത്രയും വാട്ടിന് നല്ലോണം വാട്ട് കറണ്ടാണ് പാസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അവർ പറയണ ഒരു സമാനതകൾ എന്തായാലും നമ്മൾ പാലിച്ചിരിക്കണം. അങ്ങനെ അതേ ഒരു ആലുവയ്ക്ക് പോകുന്ന ട്രെയിനാണ് കിടക്കണത്. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൻ്റെ വരുന്നത്. ട്രെയിൻ വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറലായിരുന്നു പിന്നത്തെ പണി. നമ്മൾ കറക്റ്റായിട്ട് നിന്ന് ആ വാതിൽ തുറന്നതിന് ശേഷം മാത്രം അകത്ത് കയറാം. പിന്നെ ഒരിക്കലും ചാടി കയറി മെട്രോയുടെ ഉള്ളിൽ കയറരുത്. കാരണം ട്രെയിൻ കയറുന്ന പോലെ ഇതിൽ കയറരുത്. അതിൻ്റെ വാതിൽ ഓട്ടോമാറ്റിക് അടയണ കാരണം അതൊരു റിസ്ക് പിടിച്ച പണിയാണ്. അപ്പോൾ ഇതിനുള്ളിലെ വീഡിയോ ഇപ്പോൾ എടുക്കണില്ല. കാരണം പ്രൈവസി ആയിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കാരണം എടുത്തില്ല.